നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമുള്ള ഒരു ഡ്രീമുണ്ട്. ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ആ ഡ്രീം അല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് വലിയൊരു സ്വപ്നം നിങ്ങൾക്കുണ്ടായിരുന്നു. ചിലപ്പോൾ ഇപ്പോൾ അത് മറന്നു കാണും. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ കണ്ട സ്വപ്നമാണ്. കാരണം അന്ന് നമ്മുടെ ഉള്ളിൽ ലിമിറ്റ്സ് ഇല്ല, വലിയ സ്വപ്നങ്ങൾ കാണും. പിന്നീട് പഠിച്ചും ജീവിച്ചും മുന്നോട്ട് വന്നപ്പോൾ ഓരോ ലിമിറ്റ്സും ഉള്ളിൽ വന്നു തുടങ്ങി. നേടാൻ കഴിയില്ല എന്ന് സബ് കോൺഷ്യസ്ലി തോന്നിയത് കൊണ്ട് തന്നെ എന്നോ ആ വലിയ ഡ്രീം നമ്മൾ മാറ്റിവെച്ചു. ഇന്ന് ഞാൻ പറയുന്ന പ്രാക്ടിക്കലായ ഈ 3 കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ആ സ്വപ്നം നിങ്ങൾ നേടിയിരിക്കും. കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക്, സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇങ്ങനത്തെ CV-യിൽ നമ്മളെല്ലാവരും കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുന്ന ഒന്നും ഞാനിവിടെ പറയാൻ പോകുന്നില്ല. പക്ഷേ ഈ 3 പോയിന്റ് കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പലരുടെയും ഉള്ളിൽ കുറച്ച് സംശയങ്ങൾ കാണും. എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ? എനിക്ക് അതിനുള്ള കഴിവുണ്ടോ? വളരെ സയൻറ്റിഫിക് ആയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ സംശയവും ഞാൻ ക്ലിയർ ചെയ്തു തരാം. അപ്പോൾ ആദ്യം സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്സ്. നമ്പർ 1, ഫിക്സ്ഡ് വേഴ്സസ് ഗ്രോത്ത്. ഓൾറൈറ്റ്, ഇപ്പം നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക, നമ്മൾ ഒരു പുതിയ ഭാഷ, ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്തു. കുറച്ച് ക്ലാസ്സസ് ഒക്കെ നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഒരു ദിവസം അവിടുത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആ ഭാഷ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ നമ്മളെ മുമ്പോട്ട് വിളിക്കുന്നു. വിളിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിർത്തിയിട്ട് നമ്മളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമുക്ക് ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആണ് ഉള്ളതെങ്കിൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യം, ഈ ടീച്ചർ എൻ്റെ കഴിവ് ചോദ്യം ചെയ്യുകയാണല്ലോ, എല്ലാവരും ഇപ്പോൾ എന്നെ തന്നെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ടീച്ചറിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും ആ ടീച്ചർ എന്നെ ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്നു, നമ്മുടെ ഈഗോ വല്ലാണ്ട് അലയടിച്ച് തുടങ്ങും. ഇനി നമുക്കുള്ളത് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് അല്ല, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമുക്കറിയാം നമ്മളവിടെ പുതിയ ഒരാളാണ്, നമ്മളവിടെ വന്നിരിക്കുന്നത് ആ ഭാഷ പഠിക്കാനാണ്. നമുക്ക് ആ ഭാഷ പഠിക്കാനുള്ളൊരു റിസോഴ്സ് മാത്രമാണ് ഈ ടീച്ചർ. മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് വളരെ സ്വാഭാവികമാണ്. ഈ പഠനത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഈ തരത്തിലുള്ള സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകുക എന്നുള്ളത്. അങ്ങനെ ഗ്രോത്ത് മൈൻഡ് സെറ്റോടുകൂടി ചിന്തിക്കുന്ന സമയത്ത് ഈ ടെൻഷൻ നമ്മളിൽ നിന്നും മാറി നിൽക്കും, നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആവുകയും ചെയ്യും. ബെഞ്ചമിൻ ബാർബർ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ തിയറിസ്റ്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ഈ ലോകത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ വീക്ക് ആയിട്ടുള്ള ആളും സ്ട്രോങ് ആയിട്ടുള്ള ആളും എന്ന് ഡിവൈഡ് ചെയ്യില്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും ഫെയിലിയർ ആയിട്ടുള്ള ആളുകളും എന്നും ഡിവൈഡ് ചെയ്യില്ല. ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ലേണേഴ്സിനെയും നോൺ ലേണേഴ്സിനെയും ആയിരിക്കും എന്നാണ്. പക്ഷേ എന്താണ് ഈ നോൺ ലേണർ? ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും പഠിക്കാനുള്ള ഒരു ഇൻറ്റൻസ് ഡ്രൈവോടുകൂടിയാണ് വരുന്നത് തന്നെ. ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും വളരെ ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ എക്സ്ട്രാ ഓർഡിനറി സ്കിൽസ് ആയിട്ടുള്ള ടോക്കിങ്ങും വാക്കിങ്ങും അവർ പഠിച്ചെടുക്കുന്നുണ്ട്. ആ കുട്ടികൾ ഒരിക്കലും ഇത് ഒരുപാട് എഫേർട്ടുള്ള കാര്യമാണെന്നോ അതല്ലെങ്കിൽ ഈ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള ബലം എനിക്ക് കിട്ടുമോ എന്ന് സംശയിച്ച് നിൽക്കുകയോ ചെയ്യുന്നില്ല. മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ അവരൊരു പേടിയും കാണിക്കില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ അവരൊന്ന് തട്ടി വീണാലോ അവർ വലിയ വലിയ മിസ്റ്റേക്കുകൾ കാണിച്ചാലോ അവർക്കത് ഒരു നാണക്കേടായിട്ടും തോന്നാറില്ല. പക്ഷെ നമ്മുടെയൊക്കെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഡ്രൈവ് നമുക്ക് എല്ലാവർക്കും എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത്? നമ്മൾ നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങിയ അന്ന് തൊട്ട്, ചുറ്റുമുള്ള ആളുകൾ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞ ആ സമയം തൊട്ട് നമ്മൾ ചലഞ്ചസിനെ പേടിച്ചു തുടങ്ങി. സോ നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് നമ്മുടെ ഗോൾ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്താലും ഫെയിൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതെല്ലാം ഗ്രോത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ട്രൈ പോലും ചെയ്യാത്ത ഒരാൾ ഒരിക്കലും തോക്കില്ല. പക്ഷേ അയാൾ ഒരിക്കലും ട്രൈ ചെയ്ത് തോറ്റ ഒരാളെക്കാൾ മിടുക്കനാവാനും പോകുന്നില്ല. ഇനി പോയിന്റ് നമ്പർ 2, ഫോർഗെറ്റ് ഗോൾസ്. യെസ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ മറന്നു കളയുക. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു എക്സാം ക്ലിയർ ചെയ്യണം എന്നാണെന്ന് കരുതുക. എനിക്ക് മോട്ടിവേഷൻ വരുന്ന സമയത്ത് ഞാൻ ഒരു 4-5 മണിക്കൂർ കുത്തിയിരുന്ന് പഠിക്കും. പിന്നീട് ഞാൻ എണീറ്റ് സിനിമയ്ക്ക് പോകും, കൂട്ടുകാരോടെ കറങ്ങാൻ പോകും, 1-2 ദിവസം ചില്ല് ചെയ്ത് നടക്കും. അതിനുശേഷം വീണ്ടും എനിക്ക് ഈ ഇൻസ്പിറേഷനും മോട്ടിവേഷൻ വരുന്ന സമയത്ത് ഞാൻ വീണ്ടും വന്ന് 2-3 മണിക്കൂർ പഠിക്കും. പക്ഷേ ഞാൻ ഈ എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ള ഗോൾ അങ്ങ് മറന്നിട്ട് എല്ലാ ദിവസവും 45 മിനിറ്റ് പഠിക്കും. സിമ്പിൾ. എന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ എണ്ണീറ്റ് 10 മിനിറ്റ് ഞാൻ തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യും. ഇത്ര മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഫൊഗെറ്റ് അബൌട്ട് ദ ഗോൾ. നമ്മളിപ്പോൾ ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഡെയിലി 45 മിനിറ്റ്സ് എന്നുള്ളത് ചിലപ്പോൾ മുമ്പോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടതായിട്ട് വരും. പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ദ ഐഡിയ ഈസ് നമ്മൾ നമ്മുടെ എൻഡ് ഗോൾസിനെ എപ്പോഴും ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ മോട്ടിവേഷൻ വേണം, ഇൻസ്പിറേഷൻ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യൂ. നമ്മളെല്ലാവരും മനുഷ്യരാണ്. പക്ഷെ നമ്മളൊരു ഡെയിലി സിസ്റ്റമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് എല്ലാ ദിവസവും നമുക്ക് വലിയൊരു ഹെവി ലിഫ്റ്റിംഗ് ആയിട്ട് തോന്നില്ല എന്ന് മാത്രമല്ല, അതൊരു ശീലമായിട്ട് മാറാനും അങ്ങനെ നമ്മുടെ ഗോളിലേക്കുള്ള ദൂരം ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു വരികയും ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മുടെ ഗോളിലോട്ടുള്ള ദൂരം കുറഞ്ഞു വരുന്ന സമയത്ത് പിന്നെ
നമുക്ക് ആ ഗോളിന് വേണ്ടി തന്നെ വർക്ക് ചെയ്യാൻ വേറെ മോട്ടിവേഷൻ ഒന്നും വേണ്ടി വരില്ല. ആ ദൂരം കുറയുന്നുണ്ട് എന്നുള്ള നമ്മുടെ തിരിച്ചറിവ് മാത്രം മതി നമ്മളെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ. സോ നിങ്ങളുടെ ഗോൾസ് എന്തുമായിക്കോട്ടെ അതിനെ ഒരു 3-4 സെക്ഷനായിട്ട് തിരിക്കുക. അത് എന്തൊക്കെയാണ് എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ ഗോൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നിങ്ങളാണ് പ്ലാൻ ചെയ്യേണ്ടത്. എന്നിട്ട് അതിലെ ഓരോ സ്റ്റെപ്സ് ആയിട്ട് എടുക്കുക, അതിലൊരു സിസ്റ്റം ഉണ്ടാക്കുക, ഡെയിലി വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ ഗോൾസ് നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഫൈനലി നിങ്ങൾ നിങ്ങളുടെ ഗോൾസിലേക്ക് എത്തുകയും ചെയ്യും. നമ്പർ 3, കണക്റ്റിംഗ് ദ ഡോട്ട്സ്. എക്സ്ട്രാ ഓർഡിനറി മൈൻഡ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഹോവാർഡ് ഗാർട്ട്നർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എക്സെപ്ഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്കുള്ളൊരു സ്പെഷ്യൽ ടാലൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു പേപ്പർ എടുത്ത് വെച്ചിട്ട് സ്ട്രെങ്ത്, വീക്ക്നെസ് എന്ന് 2 സൈഡിൽ എഴുതിയിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത്തും നിങ്ങളുടെ വീക്ക്നെസ്സും അവിടെ എഴുതാൻ പറഞ്ഞാൽ എത്ര പേർക്ക് അത് ചെയ്യാൻ പറ്റും? കയ്യിലുള്ള ഫോണിൻ്റെയും കാൽക്കുലേറ്ററിൻ്റെയും വരെ റാമും പ്രോസസ്സറും എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ തന്നെ കഴിവുകളും കുറവുകളും എത്രത്തോളം ഡെപ്തിൽ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയാതെ, നമ്മുടെ സ്പെസിഫിക്കേഷൻ പ്രോപ്പറായിട്ട് അറിയാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്താൻ പോകുന്നത്? നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന നമ്മുടെ ഗോളിലേക്ക് എത്താനായിട്ട് ഡെഫിനറ്റായിട്ടും നമ്മുടെ സ്ട്രെങ്ത്സ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതേസമയം ആ ഗോളിലേക്ക് എത്താൻ നമ്മുടെ വീക്ക്നെസ്സും നമുക്ക് റീബിൽഡ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. സെയിം ടൈം നമ്മുടെ വീക്കായിട്ടുള്ള ഏരിയാസും ചിലപ്പോൾ നമ്മുടെ ഗോളിലേക്ക് റീച്ച് ചെയ്യാൻ നമുക്ക് അത്യാവശ്യമായിട്ട് വന്നേക്കാം. സോ ആ ഡോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ജോലിയാണ്. നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കാം, അത് എന്തുമായിരിക്കാം. വേറൊരാൾക്ക് അതുണ്ടായിരിക്കാം, അവരതിൽ വർക്കൗട്ട് ചെയ്യുന്നില്ലായിരിക്കാം. അതുകൊണ്ട് നിങ്ങളും ചെയ്യേണ്ട എന്നല്ല. നിങ്ങൾക്ക് അത് വീക്കാണെങ്കിൽ നിങ്ങൾ അതിൽ വർക്കൗട്ട് ചെയ്യുക. സോ കണക്റ്റിംഗ് ദ ഡോട്ട്സ് നിങ്ങൾക്കാണ് ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങളാണ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 പോയിന്റ്സ് കഴിഞ്ഞപ്പോൾ ബാക്കി നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ഉള്ളിൽ സംശയമുള്ള ആളുകൾക്കുള്ള മറുപടി. ആൽഫ്രഡ് ബിനെറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ചുകാരനാണ് ആദ്യമായിട്ട് IQ ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത്. മണ്ടന്മാരെയും മിടുക്കന്മാരെയും തമ്മിൽ കണ്ടുപിടിച്ചിട്ട് ഓരോരുത്തർക്കും മെഡലും കൊടുക്കാനൊന്നും അല്ല ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. പാരീസിലെ പബ്ലിക് സ്കൂൾസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആ സ്കൂളിലെ കരിക്കുലം എത്രത്തോളം ബെനിഫിഷ്യൽ ആവുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതായത് കുട്ടികളുടെ ഇന്റലിജൻസ് കൂടുന്നില്ല എങ്കിൽ അത് സ്കൂളുകളുടെ പ്രശ്നമായിട്ടായിരുന്നു അന്ന് അവർ കണ്ടിരുന്നത്. ഇനി കുട്ടികളുടെ IQ ഇംപ്രൂവ് ആവുന്നില്ല എങ്കിൽ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള സ്റ്റഡി പ്രോഗ്രാംസ് അവിടെ കൊണ്ടുവരാൻ കൂടി വേണ്ടിയായിരുന്നു ഈ ടെസ്റ്റ്. നമ്മുടെ ഇന്റലിജൻസ് ഇംപ്രൂവ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യും എന്നാണ് ആൽഫ്രഡ് ബിനെറ്റ് അന്ന് വിശ്വസിച്ചിരുന്നത്. ആ കാലഘട്ടത്തിന് ശേഷം നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നു, ഒരുപാട് ഇന്റലിജൻസിനെ പറ്റിയുള്ള പഠനങ്ങളും വന്നു. പക്ഷേ റോബർട്ട് സ്റ്റെയിൻബർഗ് പോലത്തെ ഇന്റലിജൻസിനെ പറ്റി പഠിക്കുന്ന ഇപ്പോൾ ഉള്ള മാസ്റ്റേഴ്സ് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള പല ആളുകളും പല കാര്യത്തിലും ഇൻ്റലിജൻ്റ് ആവുന്നത് അവർക്ക് ആ കഴിവ് പ്രയറായിട്ട് കിട്ടിയതുകൊണ്ട് അല്ല, പർപ്പസ്ഫുൾ ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ് കൊണ്ടാണ് എന്നാണ്. പർപ്പസ്ഫുൾ എൻഗേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള പർപ്പസ്ഫുൾ ആയിട്ടുള്ള ശ്രമം. അത് ആ കുട്ടിയുടേതാവാം, ചുറ്റുമുള്ള ആളുകളുടേതാവാം, സ്കൂളിൻ്റെ ആവാം, ടീച്ചേഴ്സിൻ്റെ ആവാം, എന്തുമാവാം. പക്ഷേ അതേസമയം കാരോൾ എസ് ഡ്വെക്കിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ പർപ്പസ്ഫുള്ളി ഇൻ്റലിജൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ട്രെയിനിങ്ങും മോട്ടിവേഷനും കൊടുത്തുകൊണ്ട് എല്ലാവരെയും നമുക്ക് ഐൻസ്റ്റൈനും ബീത്തോവനും ആക്കാൻ സാധിക്കുമോ എന്ന്. അതിനുള്ള ഉത്തരവും ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, അവർക്ക് അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ അൺനോൺ ആണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്ന്. കുറച്ച് വർഷത്തെ പാഷനും ട്രെയിനിങ്ങും എഫേർട്ടും കൊണ്ട് അവർക്ക് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്ന് ഫോർസീ ചെയ്യാൻ പോലും അവർക്ക് പറ്റില്ല എന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ അവരുടെ പൊട്ടൻഷ്യൽ ഇൻഡെഫിനിറ്റ് ആയിട്ടാണ് കാണുന്നത്. അവർ അവരുടെ കഴിവിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐൻസ്റ്റൈനോ ബീത്തോവനോ ആവാനല്ല, അവരുടേതായിട്ടുള്ള ട്രൂ പൊട്ടൻഷ്യൽ കണ്ടെത്താനായിട്ടാണ് അവർ ഈ വർക്ക് ചെയ്യുന്നതും എഫേർട്ട് എടുക്കുന്നതും. സോ നമുക്കെല്ലാവർക്കും ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വെച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചാൽ നമ്മളൊക്കെ കണ്ട ആ ചെറിയ സ്വപ്നം മാത്രമല്ല, 2ാം ക്ലാസ് തൊട്ട് ഉള്ളിൽ കൊണ്ടു നടന്ന ആ ലിമിറ്റില്ലാത്ത വലിയ സ്വപ്നം അത് തന്നെ ചിലപ്പോൾ നേടാൻ സാധിച്ചേക്കാം.